ഹലോ, ഇപ്പോൾ സമയം രാവിലെ 7 മണിയാണ്. നമ്മളെങ്ങോട്ടാണെന്നല്ലേ? മലപ്പുറത്തേക്കാണ്. മലപ്പുറം വാപ്പച്ചിൻ്റെ നാട്ടിലേക്കാണ്. വാപ്പച്ചിൻ്റെ നാട് തിരൂരാണ്. അപ്പോൾ തിരൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ റെഡിയായി വേഗം ഇറങ്ങി. നിഷാക്ക റെഡിയായി ഇറങ്ങുന്നേ ഉള്ളൂ. പിന്നെ പതിവ് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വേഗം തന്നെ ഇറങ്ങാൻ നോക്കി. കാറിൽ കയറിയാൽ പിന്നെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഹൈസയും മിഷുപ്പിയും വേഗം എൻഗേജ്ഡ് ആവും. ഹൈസ കുറച്ച് നേരം ഫോണിന് വേണ്ടി കരയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങളതുപോലെ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ മുന്നോട്ട് പോയി. നേരെ പോയത് പെട്രോൾ അടിക്കാനാണ് കേട്ടോ. നിഷാക്ക പോകുമ്പോൾ കാറ് നിർത്തിയിരുന്നതിനോട് അതിൽ പെട്രോൾ വേണം. പിന്നെ പെട്രോളൊക്കെ അടിച്ച് നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. മിഷുപ്പി കാറിൽ കയറിയപ്പോൾ പറയുന്നുണ്ട് വിശക്കുന്നു എന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ വേഗം ഒന്നും നോക്കില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. ഞങ്ങളൊക്കെ പൊറോട്ട മേടിച്ച് കഴിച്ചത്. എന്തായാലും ഇപ്പോഴെങ്കിലും പുറത്ത് പോകുമ്പോഴല്ലേ ഇതൊക്കെ മേടിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ പൊറോട്ട മേടിച്ചു. അതിന് മീൻ നിഷാക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ. അപ്പോൾ മീൻ കറിയൊക്കെ വാങ്ങി മീൻകറിയും പൊറോട്ടയും കഴിച്ചു. ഹൈസക്ക് ഒരു മുട്ടക്കറിയും മേടിച്ചു. അങ്ങനെ ആ പൊറോട്ടയും മീനും ഒക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ പിന്നെ വേഗം തന്നെ പോകാമല്ലോ എന്നുള്ളതിൽ വേഗം കഴിച്ച് വേഗം റെഡി. പിന്നെ ഹൈസൻ്റെ വികൃതികളാണ് പിന്നെ കാണുന്നതൊക്കെ. ഈ പറഞ്ഞോണോ ആ വെള്ളത്തിൻ്റെ ബോട്ടിൽ എടുക്കുകയോ സോഫമ്മ കയറി ചാടിക്കളിക്കുക എന്തെല്ലോ കളികളായി. പിന്നെ വിഷുപ്പിക്ക് വേണമെങ്കിൽ മിഠായി വേണം, പെപ്സി വേണം, ഇതൊക്കെ മേടിച്ച് ഒക്കെ വാങ്ങി കാറിൽ ഞങ്ങൾ ഏകദേശം അവിടെ എത്താനായിട്ടോ. എല്ലാ പ്രാവശ്യവും വരുമ്പോൾ നമ്മൾ ഈ ബേക്കറിയിൽ നിന്നാണ് അവിടേക്ക് സാധനം മേടിക്കാറ് കേട്ടോ. ഇവിടെ പോയപ്പോൾ പ്രാവശ്യം പല പല സ്പെഷ്യൽ സാധനങ്ങളൊക്കെ അവിടെ കണ്ടു. ഹൈസ ആ ഐസ്ക്രീമിൻ്റെ ഫ്രിഡ്ജിൻ്റെ അടുത്തൊന്നും തീരെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോയില്ല. അപ്പോൾ തന്നെ എന്തൊക്കെയോ എടുത്തു. വിഷുപ്പി അവിടെ നിന്നോ മിഠായിയൊക്കെ എടുത്തു. പിന്നെ അവിടെ ചക്കവറുത്തൊക്കെ കണ്ടു കേട്ടോ. കുറച്ച് നമ്മൾ അങ്ങേക്കും മേടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കഴിഞ്ഞ് നേരെ കയറി പോകുന്നത് അമ്മായിൻ്റെ വീട്ടിലേക്കാണ്. തറവാടല്ലാത്തതുപോലെ മോൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ കയറി. ഇതാണ് കേട്ടോ ഞങ്ങളെ വാപ്പച്ചിൻ്റെ പെങ്ങളെ അമ്മായി. നിഷാക്കാനെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഭയങ്കര കെട്ടിപ്പിടുത്തമൊക്കെ ആയിരുന്നു. ഇതാണ് തറവാട്ടിൽ നിന്ന് പുതിയ ഉണ്ടാക്കാൻ പോകുന്ന വീട്. നമ്മൾ നിന്നതും വന്നതും ഒക്കെ ഈ തറവാട്ട് വീട്ടിലാണ് കേട്ടോ. പുതിയ വീട് റെഡി ആകുന്നതേ ഉള്ളൂ. അവിടെ ഉണ്ടായ ഒരു അതിഥിയാണ്. ഡെലിവറി കഴിഞ്ഞൊരു പൂച്ച ഉണ്ടായിരുന്നു. 3 കുട്ടികളുള്ളത്. നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് വീട്, ഇപ്പോൾ ഉണ്ടാക്കുന്ന വീടാണിത്. അവിടെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അമ്മായിയാണ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്.